ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെറിയൊരു ടെക്നിക്കൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അതിപ്പോൾ സ്കൂട്ടർ ആണെങ്കിലും ബൈക്കാണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അതിപ്പോൾ ഡെയിലി ജോലിക്ക് പോകാനാണെങ്കിലും യാത്രകൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ കമ്മ്യൂട്ടർ ബൈക്കുകളും അല്ലാതെ സ്പോർട്സ് ബൈക്കുകളും സ്കൂട്ടറുകൾ, ആക്റ്റീവ പോലെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കും. പക്ഷേ ഇതിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ തിരക്കുകളുടെ ഇടയ്ക്ക് നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ പ്രഷർ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പലരും പറയുന്നത് കേൾക്കാം, മൈലേജ് കിട്ടുന്നില്ല, ടയർ ലാസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പല കംപ്ലൈൻറ്റുകളൊക്കെ പല ആളുകളിൽ നിന്നും നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇനി ചിലപ്പോൾ ചില ആളുകൾ ചില പെട്രോൾ പമ്പിൽ നിന്നും അല്ലെങ്കിൽ ചിലയിടത്തു നിന്നൊക്കെ കാറ്റടിച്ചിട്ട് എയർ ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടി ഭയങ്കര ബൗൺസിങ് ആണ്, കാറ്റ് കൂടിപ്പോയി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാം. അപ്പോൾ എന്താണ് ടയർ പ്രഷർ? അപ്പോൾ എങ്ങനെ കറക്റ്റ് നമ്മളിത് മോണിറ്റർ ചെയ്ത് നമ്മുടെ വാഹനങ്ങളിൽ എയർ ഫില്ല് ചെയ്യാം? എങ്ങനെ ഒരു ഫ്യൂൽ എക്കണോമി നമുക്ക് കറക്റ്റായിട്ട് ടയർ പ്രഷർ കറക്റ്റ് മോണിറ്റർ ചെയ്തുകൊണ്ട് എങ്ങനെ മൈലേജ് അതേപോലെ ടയറിൻ്റെ ലൈഫ് എങ്ങനെ കൂട്ടാമെന്നുള്ളൊരു ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പാഷൻ എക്സ്പ്രോ ബൈക്കാണ്, എൻ്റെ സ്വന്തം ബൈക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിൻ്റെയിലും ഇതൊരു 110cc കമ്മ്യൂട്ടർ ബൈക്കാണ്. അപ്പോൾ എല്ലാ ബൈക്കുകളിലും നമുക്ക് ഈ സ്വിംഗ് അതായത് ചെയിൻ കവറിൻ്റെ സൈഡിലുള്ള സ്വിംഗ് സൈഡിലായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ടയർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മാനുവൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ആ ടയർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കുറച്ച് റീഡിങ്ങുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ കോൾഡ് ടയർ പ്രഷർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കോൾഡ് ടയർ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ടയർ റോഡുമായിട്ട് കോണ്ടാക്റ്റായി വാം ആകുന്നതിന് മുമ്പുള്ള ടയർ പ്രഷറിനെയാണ് കോൾഡ് ടയർ പ്രഷർ എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടയർ പ്രഷർ. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് റൈഡർ ആൻഡ് പില്ലിയൻ. അതായത് വാഹനം ഓടിക്കുന്ന ആളും ബാക്കിൽ ഒരു ആളും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള യാത്ര ചെയ്യുന്ന കൊണ്ടു നടക്കുന്ന ബൈക്കുകൾക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രഷറാണ് ഈ റൈഡർ ആൻഡ് പില്ലിയൻ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ആൻഡ് റെയർ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തോ കൊണ്ടിട്ട് ഈ ഫ്രണ്ട് ആൻഡ് റെയറിൻ്റെ ഇവിടെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. അതിൽ ഫ്രണ്ട് ആൻഡ് റെയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റൈഡർ ആൻഡ് പില്ലിയൻ ഉള്ള കേസിൽ ഫ്രണ്ടിലെ പ്രഷർ എന്ന് പറയുന്നത് 175 kPa. എന്താണ് kPa? kPa എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ പാസ്കലാണ്. അതായത് 1000 പാസ്കൽ ആണ് ഒരു കിലോ പാസ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 175 കിലോ പാസ്കലാണ് കൊടുത്തിരിക്കുന്നത്. ഈ കിലോ പാസ്കൽ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നേരത്ത് 1.75 കിലോഗ്രാം ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതായത് 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ അപ്ലൈ ചെയ്യുന്ന കിലോഗ്രാം ഫോഴ്സാണ് ഈ 1.75 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത്. അത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടോ അതിനനുസരിച്ച് ഇത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ പ്രഷറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 25 PSI എന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ റൈഡർ ആൻഡ് പില്ലിയൻ്റെ തന്നെ റെയർ വീലിലെ പ്രഷറിലേക്ക് വരാൻ നേരത്ത് 225 kPa എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ കൺവേർട്ട് ചെയ്ത് 2.25 ആകും കിലോഗ്രാം ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ലാസ്റ്റ് പ്രഷർ 33 PSI. അപ്പോൾ ഈ 25 ഫ്രണ്ട് ടയറിൻ്റെ പ്രഷറും അതേപോലെ 33 എന്ന് പറയുന്നത് ബാക്ക് വീലിൻ്റെ പ്രഷറും റൈഡർ ആൻഡ് പില്ലിയൻ ഉള്ള കേസിലെ. ഓക്കെ, നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആളും ബാക്കിലൊരു യാത്രക്കാരനും ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രഷറാണ് ഈ 25 ഫ്രണ്ടിലും 33 ബാക്കിലും. അപ്പോൾ നമ്മളിനി ഒരു ടയർ കടയിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ എയർ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 110cc ഒക്കെ ഉള്ള കമ്മ്യൂട്ടർ ബൈക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് ആണ് ടയറിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ടയർ കടയിൽ പോയിട്ടാണെങ്കിലും അവർ കറക്റ്റായിട്ട് ഈ 25 PSI തന്നെയാണോ ആ മീറ്ററിൽ റീഡ് ചെയ്യുന്നത്, അതേപോലെ ഫ്രണ്ടിൽ അതേപോലെ ബാക്കിൽ 33 PSI തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ അതേപോലെ റൈഡർ ഒൺലി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മാത്രം, ഇപ്പം ഞാൻ മാത്രം ഈ ബൈക്ക് ഓടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ 175 kPa സെയിം ആണ്, മേളത്തായിട്ട് സെയിം ആണ്. അത് 25 PSI എബോവ് ആയിട്ട് സെയിം ആണ്. സോ രണ്ടാമത്തെ ബാക്കിൽ എന്ന് പറയുന്നത്
200 kPa, അതിനൊരു 1000 നിന്ന് ഒരു 25 kPa കുറഞ്ഞിട്ടുണ്ട്. അത് 200 ആയി. അപ്പം നേരെ അത് 2 കിലോഗ്രാം ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി. നമുക്ക് ലാസ്റ്റ് 29 PSI എന്ന് വന്നു. അപ്പോൾ ഇപ്പം ഞാൻ മാത്രം ഓടിക്കുന്നുണ്ടെങ്കിൽ, സിംഗിൾ യൂസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 25 PSIയും അതേപോലെ ബാക്കിൽ 29 PSIയും ആയിരിക്കണം നമ്മുടെ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇവിടെ ലാസ്റ്റായിട്ട് ടയർ സൈസ് കൊടുത്തിരിക്കുന്നത് കാണാം. അതിലെ ഫ്രണ്ട് 80/100 18 MBAR C എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെയർ 90/90 18 MBAR C എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 80 എന്ന് പറയുന്നത് ടയറിൻ്റെ ക്രോസ് സെക്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ടയറിൻ്റെ ഈ ഒരു വിഡ്ത്തിനെയാണ് 80 എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് 80 എന്ന് ഉദ്ദേശിക്കുന്നത് 80 മില്ലിമീറ്റർ കണക്കിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ക്രോസ് സെക്ഷനെയാണ് 80 എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 80/100 നമുക്ക് കാണാൻ സാധിക്കും. 100 എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ടയറിൻ്റെ ഈ വിഡ്ത്തിനെയാണ് നമ്മൾ 100 എന്ന് ഉദ്ദേശിക്കുന്നത്. ടയറിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വിഡ്ത്തിനെ 100 നമ്മൾ ഉദ്ദേശിക്കും. അതും മില്ലിമീറ്റർ കണക്കിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ 18 MC എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അതായത് 18 ഇഞ്ച് ഈ ടയറിൻ്റെ ഡയമീറ്ററിനെയാണ്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ടയറിൻ്റെ ഡയേനെയാണ് നമ്മൾ ഇതിൻ്റെ 18 ഇഞ്ചെന്ന് കൊടുത്തിരിക്കുന്നത്. അതാണ് ഫ്രണ്ട് ടയർ സൈസ് എന്ന് കൊടുത്തിരിക്കുന്നത് 80/90 18 mm. അതേപോലെ റെയർ 90/90 കൊടുത്തിട്ടുണ്ട്. അതും സെയിം അതേപോലെ തന്നെ. സോ ഇതാണ് ടയറിൻ്റെ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇനിയും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ശരി.